മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഈ കാലഘട്ടത്തിൽ ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതായിരുന്നു. എനിക്കെന്നെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടാവാം ഈശ്വരനെയും ശരിയായ രീതിയിൽ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ആത്മീയത ശരിക്കും ഒരു ജീവിത വാഞ്ചയായി കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ ഒരു ആൻസറാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ വർഷങ്ങളായിട്ട് ആത്മീക ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ പള്ളികൾ തോറും കയറി ഇറങ്ങുന്നുണ്ടാകും. അച്ഛന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ കണ്ടിട്ട് എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യനായിട്ട് നടക്കുന്നുണ്ടാകും. കാരണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങുന്നുണ്ടാവും. പുണ്യസ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി എന്താണ് ഒരു ആത്മീയ ആസ്വാദനത്തിന്, മോക്ഷപ്രാപ്തിക്കുള്ള വഴി എന്നുള്ളത് ചിന്തിച്ച് നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ ഒരു ആൻസറാണ്. സോ ഈ രീതിയിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജെന്യുവിനായി സ്പിരിച്വാലിറ്റിയുടെ ആസ്വാദനം അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് സ്പിരിച്വൽ മെഡിറ്റേഷൻ്റെ തലങ്ങൾ ഓപ്പണാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലിസ് മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് പല പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. ഉദാഹരണത്തിന് ഒത്തിരിയേറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികൾ, ഡിപ്രഷനാകാം, ആൻസൈറ്റി ആകാം, വിഷാദമാകാം, ജോലിയിൽ നിന്നുള്ള സ്ട്രെസ്സാകാം, ഫാമിലി ലൈഫിനകത്തുള്ള പ്രശ്നങ്ങളാകാം, സൊസൈറ്റിക്കകത്ത് നിന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളാകാം. ഇങ്ങനെ പല വിധത്തിൽ മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്ന വ്യക്തികൾ, അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾ, എങ്ങനെ ജീവിതത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വ്യക്തികൾ, ഭയങ്കര ഭയമുള്ള വ്യക്തികൾ, ഇങ്ങനെ ഒത്തിരിയേറെ സമ്മർദ്ദങ്ങളിൽ പ്രശ്നങ്ങളിരിക്കുന്ന വ്യക്തികൾക്ക് ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ ഒരു ആൻസറാണ്. സോ നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി പകരാൻ, നിങ്ങളുടെ മനസ്സിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട്, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കാനായിട്ട്, അങ്ങനെ ജീവിതത്തെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കൊരു ആത്മജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കെന്താണ് ഈ മെഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഈ പ്രപഞ്ചത്തെ ഒന്ന് ആസ്വദിക്കുവാൻ, അതിന് പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ടല്ലോ. സോ ഇതെല്ലാ മനുഷ്യരിനും ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ആസ്വാദനം എന്ന് പറയുന്നത്. നിങ്ങളൊരു നല്ല പാട്ട് കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെന്തിനാണ് നല്ലൊരു സിനിമ കാണുന്നത്? നിങ്ങളെന്താ നല്ലൊരു ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സോ ഇതെല്ലാം നമുക്ക് ആസ്വാദനമാണ്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നു, നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നു, നല്ലൊരു ഫിലിം കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നു, നല്ല യാത്രകൾ പോകുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നു. ഇതുപോലെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ലൊരു ആസ്വാദനമാണ് സ്പിരിച്വൽ മെഡിറ്റേഷനകത്തൂടെ ലഭിക്കുന്നത്. അപ്പോൾ അതിന് ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തെ ആസ്വദിക്കുവാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ബ്ലിസ് സ്പിരിച്വൽ മെഡിറ്റേഷനിലൂടെ ലഭിക്കും. സോ ഇങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനകത്തോട്ട് ആ എക്സ്പ്ലനേഷനകത്തോട്ടൊന്നും ഞാൻ അധികം പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആകാം.